ഇമ്പമുള്ളതാണ് കുടുംബം. കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് മനോഹരമായി ജീവിച്ചു വരുന്ന കുടുംബജീവിതത്തിനിടയിൽ എപ്പോഴെങ്കിലും ദമ്പതികൾ പരസ്പരം വേർപിരിയാൻ ആഗ്രഹിക്കുകയും അങ്ങനെ വേർപിരിഞ്ഞു പോകുമ്പോൾ ഒറ്റയ്ക്കായി പോകുന്ന ഒരുപാട് കുഞ്ഞുങ്ങളും നമ്മുടെ കേരളത്തിന്റെ ഇപ്പോൾ ഒരു നിത്യ കാഴ്ചയായി മാറിയിരിക്കുകയാണ്. ഒരുപാട് ഫാമിലി കോർട്ട് കേസുകൾ കൈകാര്യം ചെയ്യുന്ന, ഡിവോഴ്സ് കേസുകൾ കൈകാര്യം ചെയ്യുന്ന, ഇങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്ന ബാല്യങ്ങളെ ദിവസവും കാണുന്ന പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ഗോകുൽ പുഷ്പതടമാണെന്ന് നമ്മളോടൊപ്പം സംസാരിക്കുന്നത്. നമസ്കാരം സാർ. നമസ്കാരം. അപ്പോൾ ഈ ഒരു കോടതിയിലെ ഒരു ജീവിതത്തിൽ ഒരുപാട് ഡിവോഴ്സ് കേസുകൾ മുന്നിൽ വന്നിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ആദ്യമായിട്ട് ഒരു ഡിവോഴ്സ് കേസിന് അറ്റൻഡ് ചെയ്യുമ്പോൾ എന്തായിരുന്നു താങ്കളുടെ ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു മാനസികാവസ്ഥ? ഈ ഡിവോഴ്സ് കേസുകളിൽ നമ്മൾ നേരത്തെയൊക്കെ കോടതികളിൽ വളരെ കുറവായിട്ടാണ് ഡിവോഴ്സ് കേസുകൾ വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പം നമ്മൾ കണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഇഷ്യൂ വന്നാൽ പോലും, ചെറിയൊരു സൗന്ദര്യപ്പിണക്കം, ഈവൻ ഒന്ന് പുറത്ത് ഔട്ടിങ്ങിന് കൊണ്ടുപോകുന്നില്ല, അല്ലെങ്കിൽ പറഞ്ഞ ഒരു ടൂറിന് കൊണ്ടുപോകുന്നില്ല, അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാരണങ്ങൾക്ക് പോലും ഇപ്പം ഭാര്യ ഭർത്താക്കന്മാർ ഡിവോഴ്സിന് അപ്ലൈ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. നമുക്ക് പേഴ്സണലി പല കേസുകളും നമുക്കങ്ങനെ അറിയാം. അതുകൂടാതെ തന്നെ പിന്നുള്ള സോഷ്യൽ മീഡിയയുടെ അമിത ഉപയോഗം. ഒരു ബെഡ്റൂമിലാണെങ്കിൽ പോലും ഭാര്യയുടെ ഫോണിലും ഭർത്താവ് ഭർത്താവിൻ്റെ ഫോണിലും, കുട്ടി നടുക്കും, കുട്ടിയുടെ ഒരു ലോകത്ത്, അതും ഒരു ഫോണുമായിട്ട് അങ്ങ് ഇരിക്കുക. അപ്പം ആ ഒരു ബോണ്ട്, ആ ഒരു ഫാമിലി ബോണ്ട് വളരെ കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു അറ്റാച്ച്മെൻറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർക്ക് ഡിവോഴ്സിന് പോകാനും ഉള്ള, പണ്ടൊക്കെ ആണെങ്കിൽ ഒരു മാനസിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പം ഒരാളില്ലെങ്കിൽ അടുത്തൊരാൾ കെയർ ചെയ്യാനുണ്ട്. സോഷ്യൽ മീഡിയയുടെ ഒരു ഇൻഫ്ലുവൻസ് ആയിരിക്കാം അത്. അപ്പം അങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക് വരുന്നതുകൊണ്ട് കൂടി ഈ ഡിവോഴ്സിൻ്റെ എണ്ണം കൂടുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം പുറത്തേക്കൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ പോകുന്നുണ്ട്. അപ്പം അതും ഇതിലൊരു കാരണമായിട്ട് വരുന്നുണ്ട്. ഇപ്പം നഴ്സിംഗ് ഒക്കെ പഠിച്ച് പുറത്ത് ജോലി സാധ്യതയുണ്ട്. പക്ഷെ ഭർത്താവ് നാട്ടിലാണ്. അപ്പം അവിടെ പോയി കുറേ നാൾ നിൽക്കുന്നു. അപ്പോഴത്തേക്ക് അവർ ഒരു അകൽച്ച വരുന്നു, പിന്നെ ഒന്നിക്കാൻ പറ്റാതാവുന്നു. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ വരുന്നു. ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന അവരെ രണ്ടുപേരെ അല്ല, അവരുടെ കുട്ടികളെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. കോടതി മുറികളിൽ ഈ കുട്ടികൾ വന്ന് അച്ഛൻ്റെ അടുത്ത് പോകണോ അമ്മയുടെ അടുത്ത് പോകണോ എന്നുള്ള ആ ഒരു കൺഫ്യൂഷൻ, അതൊരു മെൻ്റൽ ട്രോമ, അതൊരു വല്ലാത്ത ട്രോമയാണ്. അത് കണ്ടുകൊണ്ടിരിക്കാൻ നമുക്കും അത് ഭയങ്കര വിഷമമായിട്ടുള്ള കാര്യമാണ്. പിന്നെ അതൊരു റിയാലിറ്റിയാണ്, ഹാർഷ് റിയാലിറ്റിയാണ്. കുട്ടികൾക്ക് അതിലൂടെ പോകേണ്ട ഒരവസ്ഥ വന്നു. അത് വരാതിരിക്കാനാണ് ഇപ്പം നമ്മൾ ഒരു കേസ്, ഒരു ഫാമിലി വന്നാൽ പോലും, പേഴ്സണലി എൻ്റെ കാര്യത്തിൽ ഞാൻ പറയുന്നത്, നമ്മളത് എങ്ങനെയെങ്കിലും ഒന്ന് കൗൺസിൽ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ചെറിയ വിഷയങ്ങളാണെങ്കിൽ അത് കൗൺസിൽ ചെയ്ത് കൊണ്ടുപോകുക, അവരൊരു കൗൺസിലറിൻ്റെ അടുത്ത് റെക്കമെൻഡ് ചെയ്ത് വിടുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ അതും പറ്റിയിട്ടില്ലെങ്കിലാണ് പിന്നെ ഒരു കേസ് ഫയലിങ്ങിൻ്റെ സ്റ്റേജിലോട്ടൊക്കെ പേഴ്സണലി ഞാനൊക്കെ ചെയ്യുന്ന രീതി അതാണ്. എപ്പോഴും എൻ്റെ ഒരു അഭിപ്രായം, ഒരു നല്ലൊരു കൗൺസിലറുടെ അടുത്ത് പോയി ഒരു ഇഷ്യൂ വരുമ്പോൾ തന്നെ രണ്ടുപേരും കൂടി ഒരു കൗൺസിലറുടെ അടുത്ത് പോയി സംസാരിക്കുമ്പോൾ മാറുന്ന പല പ്രശ്നങ്ങളും ഉണ്ട്. ഒരു 50% അങ്ങനെ മാറാൻ ചാൻസ് ഉള്ള കേസുകളുണ്ട്. പിന്നെ അത് ചിലപ്പം ഒരു സപ്പോർട്ട്, ആൾക്കാർ ഒരു പുഷ് വേണമായിരിക്കും. അവരൊന്ന് ഗൈഡ് ചെയ്യാൻ ചിലപ്പോൾ ആരും കാണത്തില്ലായിരിക്കും. ചിലപ്പോൾ അവരുടെ സൈഡിൽ നിൽക്കും. ചിലപ്പോൾ പേരൻസിൻ്റെ ഇഷ്യൂ വരാറുണ്ട് പലപ്പോഴും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡ് വൈഫാണ്, ഹസ്ബൻഡിൻ്റെ പേരൻസ് ചിലപ്പം വിട്ടേരെ, എന്തിനാ അത് നമുക്ക് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് വരുന്ന അങ്ങനെ ഒരു ഫാമിലി ഇതും നമ്മൾ കണ്ടുവരുന്നുണ്ട്. അത് കൂടുതലും ഇപ്പം എല്ലാവരും ഇപ്പം സ്വന്തമായിട്ട് ഇപ്പം സ്ത്രീകൾ കൂടുതൽ ജോലിയിലേക്ക് പോകുന്നു, സെൽഫ് സഫിഷ്യൻ്റ് ആയി വരികയാണ്. അപ്പം അവർക്കൊരു എനിക്ക് ആവശ്യമില്ല, സപ്പോർട്ടിൻ്റെ ആവശ്യമില്ല എന്നുള്ളൊരു തോന്നൽ അവർക്കും വരാറുണ്ട്. പുരുഷന്മാർക്കാണെങ്കിൽ ഇപ്പം ഈ ഡ്രഗ് അബ്യൂസ് കൂടുതൽ വരുന്നു, ആൽക്കഹോൾ കൺസംഷൻ, ഈ സബ്സ്റ്റൻസ് അബ്യൂസ് ഒക്കെ വരുന്നു. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് ഈ ഡിവോഴ്സ് വരുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ കുട്ടികളെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. അത് നല്ല രീതിയിൽ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു ഇഷ്യൂ ആണ്. എത്രത്തോളം നമ്മുടെ ലീഗൽ സിസ്റ്റം ഇതിപ്പോൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ടെന്നുള്ളത് സംശയമാണ്. അത് എപ്പോഴും ഇവോൾവിങ് ആണ്.